സംസ്ഥാന സർക്കാരിന്റെ സിനിമാ കോൺക്ലേവിൽ വിശ്വവിശ്രുത ചലച്ചിത്രകാരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസംഗം വലിയ വിവാദ വിഷയമായിരിക്കുകയാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് പരാതി എഴുതി കൊടുക്കാൻ 1/4 സൈസിൽ ഒരു കടലാസും, പിന്നെ നമ്മുടെ മുമ്പിൽ ചാനലുകളുടെ കുറെ മൈക്കും ഉണ്ടെങ്കിൽ ആരെയും അപകീർത്തിപ്പെടുത്താം, അധിക്ഷേപിക്കാം, വംശീയവാദിയാക്കാം, വർഗീയ ചിന്താഗതിക്കാരനാക്കാം, അല്ലെങ്കിൽ വരേണ്യവർഗക്കാരനാക്കാം, ദളിത് വിരുദ്ധനാക്കാം എന്നൊക്കെയുള്ളതിന്റെ ഒന്നാം തരം തെളിവാണ് ഇപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണനെതിരായിട്ട് നടത്തുന്ന ഈ പ്രചാരണങ്ങൾ, അല്ലെങ്കിൽ വിദ്വേഷ പ്രചാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കോൺക്ലേവ് തന്നെ എന്തിനായിരുന്നു? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ അനഭിലഷണീയമായ ചില പ്രവണതകളെ കുറിച്ച്, ചില കാര്യങ്ങളെ കുറിച്ച്, അത് ഞാനിവിടെ വിശദമായിട്ട് പറയുന്നില്ല, പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. അതിനെക്കുറിച്ച് ഹേമ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സർക്കാർ ചുമതലപ്പെടുത്തിയിട്ട് ചെയ്ത റിപ്പോർട്ടാ. അത് സർക്കാരിന് മുമ്പിൽ വന്നു. അതില് പല പ്രമുഖരും പ്രതിപട്ടികയിലുണ്ട്, പലരെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, ആളുകൾ തെളിവ് കൊടുത്തതുണ്ട്. പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു. അതിനുമേലൊരു നടപടിയും എടുത്തില്ല. അത് വിവാദമായപ്പോൾ അതിനൊരു മറയിടുന്നതിന് വേണ്ടി ഗവൺമെന്റ് സംഘടിപ്പിച്ച അല്ലെങ്കിൽ കണ്ടുപിടിച്ചൊരു ബുദ്ധിയായിരുന്നു ഈ കോൺക്ലേവ്. അതിലെ ഒരു പ്രസംഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ചില പരാമർശങ്ങളാണ് വിവാദത്തിന് കാരണമായത്. ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഏഷ്യാനെറ്റ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അത് 3 വട്ടം കേട്ടു. അതിനുശേഷവും അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം എന്തുകൊണ്ടാണ് വിവാദ വിഷയമായത് എന്ന് മനസ്സിലായില്ല. അതില് ജാതി വിദ്വേഷമില്ല, വർഗീയതയില്ല, ആരെയും ആക്ഷേപിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇതൊരു വലിയ തർക്ക വിഷയമാക്കിയത്? അതിപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. അത് ഇതിനെക്കുറിച്ചൊരു തർക്കമുണ്ടാക്കണം, വിവാദം ഉണ്ടാക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശം, പ്രൈമറി ഉദ്ദേശം അതാണ്. അതിന് പാകത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പ്രസംഗം കിട്ടുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 20-ലേറെ മിനിറ്റ് നീണ്ട ഒരു പ്രസംഗമാണ്. അതിൽ ഈ തർക്ക വിഷയമായ കാര്യങ്ങൾ ആകെ 4-5 മിനിറ്റാണുള്ളത്. പല പല പ്രശ്നങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇതിലേക്ക് കടക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോ പൊളിച്ചിട്ടതിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നു. അതുപോലെ തന്നെ 200 കോടി ക്ലബിലൊക്കെ കയറി എന്ന് പറയുന്ന സിനിമകളുടെ നിർമ്മാതാക്കള് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് പോലും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ചില പൊതു നിർമ്മാതാക്കള് ഈ സിനിമയിലെ ചതിക്കുഴികൾ അറിയാതെ വന്ന് കോടികൾ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച്, അങ്ങനെ കുത്തുവാള എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. ഇവരെ ഇതേപ്പറ്റിയൊക്കെ ബോധ്യവാന്മാരാക്കുന്നതിനോട് സംവിധാനം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഷാജീന്ദ്രൻ ഒക്കെ ഉണ്ട്, അവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, നമ്മുടെ സിനിമാ രംഗം എങ്ങനെ മെച്ചപ്പെടുത്തണം, നമ്മുടെ നയം എന്തായിരിക്കണം എന്നൊക്കെ വിവരിക്കുന്ന ഒരു റിപ്പോർട്ട് നേരത്തെ സർക്കാരിന് സമർപ്പിച്ചത് ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കോൺക്ലേവിൽ വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സിനിമാ നയം രൂപവൽക്കരിക്കുമ്പോൾ, തയ്യാറാക്കുമ്പോൾ ദയവ് ചെയ്ത് അവരുടെ റിപ്പോർട്ടും കൂടി ഒന്ന് വായിക്കണേ എന്നൊരു അപേക്ഷയുമുണ്ട്. അതിനുശേഷമാണ് ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അതുപോലെ സ്ത്രീകൾക്ക് ചലച്ചിത്രങ്ങൾ, സിനിമകൾ എടുക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പരാമർശിക്കുന്നത് അല്ലെങ്കിൽ വിമർശനത്തോടുകൂടി പറയുന്നത് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമായ ആളുകൾക്കോ സ്ത്രീകൾക്കോ സാമ്പത്തിക സഹായം നൽകുന്നതിനെ കുറിച്ചല്ല. മനസ്സിലായില്ലേ? ആ പദ്ധതിയുടെ നടത്തിപ്പിലെ പോരായ്മകളെ കുറിച്ചാണ് പറയുന്നത്. ഈ 2 പദ്ധതികളെ കുറിച്ചും, പട്ടികജാതി പട്ടികവർഗക്കാർക്ക്, സ്ത്രീകൾക്ക്, ആ പദ്ധതികളെ പറ്റി പറയുന്നത് അതിന്റെ പിന്നിലുള്ളത് നല്ല മനസ്സാണ്, നല്ല ഉദ്ദേശമാണ് എന്ന് തന്നെയാണ്, അങ്ങനെ ചെയ്യേണ്ടതാണ് എന്ന് തന്നെ അദ്ദേഹം തർപ്പിച്ചു പറയുന്നു. സ്ത്രീകളുടെ പദ്ധതിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ചുരുക്കം ചില വനിതാ സംവിധായകരുണ്ട്, അവരൊക്കെ നല്ല സിനിമകളാണ് എടുക്കുന്നത് എന്ന് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷെ നടത്തിപ്പിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വിമർശനം ഉയരുന്നത്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം ഈ സ്ക്രിപ്റ്റ് പരിശോധിച്ച്, അതാണ് ആദ്യത്തെ ഒരു പരിശോധനാ ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകൾക്ക്, അതായത് നമ്മൾ പണം കൊടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 3 മാസത്തെ തീവ്ര പരിശീലനം നൽകണം. നല്ല സിനിമ എടുക്കാൻ അത് ആവശ്യമാണ്. തീവ്ര പരിശീലനം എന്ന് പറയുന്നത് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പരിശീലനം അവർക്ക് നൽകണമെന്നാണ്, കൊടുക്കണമെന്നാണ്
അടൂര് പറയുന്നത്. അത് വെറുതെ ആരെങ്കിലും ചെയ്താൽ പോരാ, വിദഗ്ധരായ ആളുകളെ കൊണ്ട് അവർക്ക് സിനിമയുടെ ബജറ്റ് ഉണ്ടാക്കുന്നത് മുതൽ പ്ലാനിങ്, മറ്റു സാങ്കേതിക വിഷയങ്ങൾ, ഇതിലെല്ലാം ഒരു 3 മാസത്തെ പരിശീലനം. അതുകൊണ്ട് മതിയാവില്ലെങ്കിലും അത്രയുമെങ്കിലും വേണം എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതിലെന്താണ് ഇത്ര തെറ്റ്? വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷെ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം. ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ 2 കാറ്റഗറിയാണല്ലോ, പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നുള്ളവര്, സ്ത്രീകള്. അവര് 3 മാസത്തെ ഒരു ട്രെയിനിങ്ങിന് ഇരുന്നാല് എന്താണ് കുറവ് സംഭവിക്കുക? അതവർക്ക് പ്രയോജനം മാത്രമേ ചെയ്യൂ. രണ്ടാമതൊരു സിനിമ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ മുതൽ മുടക്കിൽ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതൊക്കെ അവർക്ക് പ്രയോജനപ്പെടുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കലാരൂപം മാത്രമല്ല, ആത്യന്തികമായിട്ട് അതൊരു കലാരൂപമാണ്. പക്ഷേ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വരെ ഉൾച്ചേരുന്ന ഒരു നിർമ്മാണ പ്രക്രിയയാണത്. അത് സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം. ഇത് ബജറ്റിങ്ങിൽ തുടങ്ങണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നല്ല ബജറ്റിംഗ് ആണെങ്കിൽ അധിക ചെലവ് വരാതെ സിനിമ നിർമ്മിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആസൂത്രണം, അത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് മുതൽ ഫൈനൽ ഔട്ട്പുട്ട് ആവുന്നത് വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടെങ്കിൽ നമുക്ക് പ്രവൃത്തി ദിവസങ്ങൾ കുറയും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ദിവസങ്ങൾ കുറയും, ചെലവ് കുറയും. അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിനിമകള് 30 ദിവസത്തിൽ കൂടാറില്ല. ഏതൊരു സിനിമയാണെങ്കിലും അത് ഈ പ്ലാനിങ്ങിന്റെ പരമായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ സിനിമ എടുക്കാൻ വരുന്ന സംവിധായിക, അവർക്ക് തിരക്കഥയെക്കുറിച്ച് നല്ല ബോധം വേണം, സിനിമോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഗ്രാഫിക്സിന്റെ ഉപയോഗം, എഡിറ്റിങ്, കലാസംവിധാനം, റെക്കോർഡിങ്, സൗണ്ട് റെക്കോർഡിങ്, മിക്സിങ്, അവസാന കളറിങ് വരെയുള്ള കാര്യങ്ങളിൽ നല്ല അവഗാഹമുള്ള ഒരാളിന് മാത്രമേ ഒരു സിനിമ എടുക്കാൻ പറ്റൂ. സർക്കാർ ഒരാൾക്ക്, അത് പട്ടികജാതിക്കാരനാവട്ടെ പട്ടികവർഗത്തിനാവട്ടെ സ്ത്രീക്കാവട്ടെ, നികുതിപ്പണത്തിൽ നിന്ന് 1.5 കോടി രൂപ എടുത്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നന്നായിരിക്കണം. ഫൈനൽ പ്രൊഡക്റ്റ് അത് നല്ലൊരു മികച്ച സിനിമയായിരിക്കണം, കലാമൂല്യമുള്ളതായിരിക്കണം, മൗലികതയുള്ളതായിരിക്കണം. അതിന് അവരെ പ്രാപ്തരാക്കുന്നതിന് ഒരു 3 മാസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്, അങ്ങനെ പറഞ്ഞതൊരു വലിയ അപരാധമാകുമോ? നമ്മുടെ കേരളത്തിൽ അതും വലിയ ഒരു കുറ്റമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് പട്ടിക വിഭാഗക്കാർക്ക് അവമതിപ്പുണ്ടാക്കുന്നത്, അപമാനകരമാകുന്നത്? ഇത് ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർക്ക് പരിശീലനം വേണ്ട എന്നൊന്നും അടൂര് പറഞ്ഞിട്ടില്ല. ആരായാലും സർക്കാർ പണം ഉപയോഗിച്ച് സിനിമ എടുക്കുമ്പോൾ ഒരു സ്വകാര്യ മുതൽ മുടക്കാണെങ്കിൽ നമ്മുടെ പ്രശ്നമല്ലത്, പൊതുസമൂഹത്തിന്റെ പ്രശ്നമല്ല. സർക്കാർ ഖജനാവിൽ ഈ പണം പോകുന്നു. അപ്പൊ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നന്നായിരിക്കണം, അതിന് പരിശീലനം വേണം. അത്രയേ അദ്ദേഹം പറഞ്ഞുള്ളൂ. നമുക്ക് ഈ സാങ്കേതിക ജ്ഞാനം വേണ്ടിടത്തെ അതില്ലാത്തവരെ ആരെങ്കിലും ജോലി ഏൽപ്പിക്കുമോ? കമ്പ്യൂട്ടർ പഠിക്കാത്ത ആളുകൾക്ക് IT രംഗത്ത് ജോലി കിട്ടുമോ? ഞാനൊക്കെ 1979 മാതൃഭൂമിയിൽ ജേർണലിസ്റ്റായിട്ട് ചേർന്നതാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജേർണലിസ്റ്റിൽ പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോഴതല്ല സ്ഥിതി. ഇന്ത്യയിലെ മിക്ക സർവകലാശാലകളിലും അതുകൂടാതെ ചില സ്വകാര്യ സ്ഥാപനങ്ങളിലും 1-ാം തരം ജേർണലിസം കോഴ്സുകളുണ്ട്. അതിലൂടെ പഠിച്ചു വരുന്നവരാണ് ഇപ്പോഴത്തെ മികച്ച പല ജേർണലിസ്റ്റുകളും, ചെറുപ്പക്കാർ പലരും. ഇനി സിനിമാ രംഗം തന്നെ നോക്കിക്കോ. ഇപ്പൊ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവർക്കും പ്രവേശനം കിട്ടണമെന്നില്ല, അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമതുള്ളത് കൽക്കട്ടയിലെ സത്യത്രേ ഫിലിം അക്കാദമിയാണ്. അവിടെയൊക്കെ പ്രവേശനം കിട്ടാത്തവർ അവരെങ്ങനെയാണ് സംവിധാനം പഠിക്കുന്നത്? എത്രയോ കാലമായിട്ട് പ്രതിഭാധനരായ മിടുക്കന്മാരായ സംവിധായകരുടെ കൂടെ അവിടെ അസിസ്റ്റന്റ് ആയിട്ട്, പിന്നീട് അസോസിയേറ്റ് ആയിട്ട്, അങ്ങനെ പ്രവർത്തിച്ച് പരിശീലനം നേടിയാണ് ഓരോരുത്തര് നല്ല സംവിധായകരാകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ തലമുറയിലെ പലരും അങ്ങനെ വന്നവരാ, ഏതാണ്ട് മിക്കവരും അങ്ങനെ വന്നവരാ. സത്യത്രയെ പറ്റി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അക്കാലത്ത് സിനിമാ കോഴ്സുകളൊന്നുമില്ല, പക്ഷെ അദ്ദേഹം ആ ഒരു ക്യാമറയായിട്ട് സിനിമ എടുത്ത് തുടങ്ങുകയല്ല ചെയ്തത്. 100 കണക്കിന് സിനിമകള് കണ്ട് പഠിച്ച് അതിനുശേഷം ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിൽ പോയി അവിടെ ലഭ്യമായിരുന്ന ലോകോത്തര സിനിമകൾ കണ്ട് അവിടെ സിനിമാ രംഗത്തെ പ്രമുഖരുമായിട്ട് സംസാരിച്ച് സെൽഫ് ട്രെയിനിങ് നടത്തിയാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമ നിർമ്മിച്ചത്. അപ്പോഴ് ഇവിടെ ഒരു 3 മാസത്തെ പരിശീലന കോഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ അപരാധമാവും. മറ്റൊരു ആരോപണം, പട്ടിക വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇങ്ങനെ പണം കൊടുക്കുന്നത്.
അഴിമതിക്ക് കാരണമാകുമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാണ്. അതേസമയം ഗവൺമെൻറ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പടമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ഞാനും പറഞ്ഞ ഈ ഏഷ്യാനെറ്റ് ക്ലിപ്പ് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അതൊന്ന് കേട്ടാൽ മതി, അതോടെ പ്രശ്നം തീരും, വിവാദങ്ങൾ ഇല്ലാതാവും, വിവാദ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കും സ്ത്രീകൾക്കും സഹായം നൽകുന്ന സ്കീമിൽ 1.5 കോടി രൂപ നൽകുന്നത് അധികമാണെന്നാണ്. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ അത് ഒരു വലിയ സംഖ്യയാണ്. അദ്ദേഹം ഇതുവരെ 2 കോടി രൂപയിൽ കൂടുതൽ ചെലവഴിച്ചൊരു സിനിമ എടുത്തിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ ഈ 1.5 കോടി രൂപ 50 ലക്ഷം രൂപയാക്കി 3 പേർക്ക് കൊടുത്താൽ 3 പേർക്ക് അവസരം ലഭിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ 1.5 കോടി കൊടുക്കുമ്പോൾ ഒരു അധിക സംഖ്യ നൽകുമ്പോൾ അവിടെ അഴിമതിക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. അല്ലാതെ ഈ പണം കിട്ടിയൊരു അഴിമതി കാണിക്കുമെന്നോ പണം എടുത്തുകൊണ്ട് ഓടുമോ എന്നൊന്നും അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. ഈ 50 ലക്ഷം രൂപ കൊണ്ടൊരു സിനിമ എടുക്കാമെന്ന് പറയുന്നതിനോട് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. എങ്കിലും ഒരു കാര്യം പറയട്ടെ, ഇവിടെ അടൂർ വിരോധികൾ പറയുന്ന ഒരു കുറ്റം, അതിനാസ്പദമായിട്ട് എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്? അതാണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിനെതിരായിട്ടെ പോലീസിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: പട്ടിക വിഭാഗക്കാരെ പൊതുവായി കുറ്റവാളികളോ കള്ളന്മാരോ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയി പ്രസ്താവനയിലൂടെ അടൂർ ചിത്രീകരിക്കുകയാണ്. അതാണ് 1-ാം നമ്പർ ആരോപണം. രണ്ടാമത്, സർക്കാർ പദ്ധതികളിലെ പണം എടുത്തുകൊണ്ടു പോകുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവം മറ്റുള്ളവരുടെ മനസ്സിൽ ഈ വിഭാഗത്തോട് അനിഷ്ടമുണ്ടാക്കാൻ പോകുന്നതാണ്. അവരെ പറഞ്ഞു മനസ്സിലാക്കണം, ഇത് പൊതു ഫണ്ട് ആണ് എന്ന പ്രസംഗഭാഗം പട്ടിക വിഭാഗങ്ങളെ അറിവില്ലാത്തവരും ഉത്തരവാദിത്വമില്ലാത്തവരുമായി ചിത്രീകരിക്കുന്നു. അതാണ് അദ്ദേഹത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലിപ്പ് കേട്ടാലും മതി. ഈ ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായിട്ട് എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് പറഞ്ഞല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കുക. ഈ പദ്ധതിയുടെ നടത്തിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. സർക്കാർ ഫണ്ട് ആർക്കാണെങ്കിലും സിനിമ എടുക്കുന്നതിന് സൗജന്യമായി നൽകുമ്പോൾ ചില നിയന്ത്രണങ്ങൾ വേണം. അദ്ദേഹം ഒന്ന് പറയുന്നത് ആ സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം വേണമെന്നാണ്. രണ്ടാമത് പറയുന്നത് ഇത്രയും പണം വേണ്ടെന്ന. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. 50 ലക്ഷം രൂപ കൊണ്ട് ഒരു നല്ല സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഇത് രണ്ടും, ഈ പരിശീലനത്തെ കുറിച്ച് പറയുന്നതും 1.5 കോടി രൂപ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞതും, അത് പട്ടിക വിഭാഗക്കാരോ സ്ത്രീകളോ ആയതുകൊണ്ടല്ല. ആരായാലും സർക്കാർ ഫണ്ടിൽ നിന്ന്, നികുതി പണത്തിൽ നിന്ന് ഇത് കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില വ്യവസ്ഥകൾ വേണമെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണനെ ഇങ്ങനെ ഒരു ദളിത് വിരുദ്ധനായിട്ട് അല്ലെങ്കിൽ ജാതിവാദിയായിട്ട് ദുഷ്ടലാക്കോടുകൂടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു? അതിനൊരു സിമ്പിൾ കാരണമേ ഉള്ളൂ. അതൊരു ദീർഘകാല കാരണം കൂടിയാണ്. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ ഇടതുപക്ഷ പ്രചാരണത്തിന് വേണ്ടി ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സിനിമകൾ എടുത്തിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ കുറ്റം. അതേസമയം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയം ചിത്രീകരിക്കുന്ന ഒരു സിനിമ എടുത്തിട്ടുമുണ്ട്. നമ്മുടെ കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ മികച്ച സാഹിത്യകാരന്മാരും കലാകാരന്മാരും എഴുത്തുകാരും ചലച്ചിത്ര സംവിധായകരും ഒക്കെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരായിരിക്കണം. എങ്കിലേ അവർ മികച്ചവരാകും. എങ്കിലേ അവരുടെ സൃഷ്ടികൾ, സാഹിത്യ സൃഷ്ടിയായാലും മറ്റു കലാസൃഷ്ടികളായാലും ചലച്ചിത്രമായാലും മികച്ചതാവും. അതാണ് കുറേ കാലമായിട്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെറേറ്റീവ്. ആ നെറേറ്റീവിനുള്ളിൽ നിൽക്കാത്ത ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ആ ഇടതുപക്ഷ കള്ളിക്കുള്ളിൽ അദ്ദേഹം ഒതുങ്ങി നിൽക്കണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. ഇടതെന്നോ വലതെന്നോ ഉള്ള യാതൊരു വ്യത്യാസം കൂടാതെ ഒരു രാഷ്ട്രീയക്കാരനെയും ചാരി നിന്നിട്ടല്ല അടൂർ ഗോപാലകൃഷ്ണൻ ലോകം അംഗീകരിക്കുന്ന ഒരു ചലച്ചിത്രകാരനായിട്ട് മാറിയത്. ഇവിടെയുള്ളവർ എന്ത് പറഞ്ഞാലും, അസൂയക്കാർ ധാരാളം ഉണ്ടല്ലോ, അടൂർ വിരോധികളുണ്ട് പല കാരണങ്ങളാൽ, ഞാൻ ഈ പറഞ്ഞ കാരണം ഉൾപ്പെടെ. അവരെന്ത് പറഞ്ഞാലും അദ്ദേഹം ലോകം ആദരിക്കുന്ന ഒരു ചലച്ചിത്രകാരനാണ്. ഇന്ത്യയുടെ പതാക ലോകസമക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കലാകാരനാണ്. ക്യാമറയിലൂടെയുള്ള നോട്ടം ഇപ്പോൾ ആൺനോട്ടം മാത്രമാണെന്നും അവിടെ പെണ്ണോട്ടം വരണമെന്നും നമ്മുടെ മന്ത്രി ബിന്ദുമാഡം പറയുന്നുണ്ട്. അതുപോലെ അവർ പറഞ്ഞു മറ്റൊരു കാര്യം, വിശ്വ ചലച്ചിത്ര വേദിയിൽ
വിഹരിച്ചിട്ട് കാര്യമില്ല എന്നാണ് അടൂരിനെ പറ്റി പറഞ്ഞതാ. മാഡം, നിങ്ങൾ എന്തു പറഞ്ഞാലും വിശ്വ ചലച്ചിത്ര വേദിയിൽ വിഹരിക്കുന്ന ഒരാൾ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ലോകം അംഗീകരിച്ച ചലച്ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നലെ ചില ചർച്ചകളിലൊക്കെ അവാർഡ് സിനിമ, ആരും കാണാത്ത സിനിമ, അല്ലെങ്കിൽ എത്ര പേര് അടൂരിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. പക്ഷേ നല്ല സിനിമയെ, മൗലികതയുള്ള സിനിമയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ മാഡം അടൂരിന്റെ സിനിമകളുടെ ഓരോ ഫ്രെയിമും ഇപ്പോഴും ഉള്ളിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എത്ര ചലച്ചിത്ര സംവിധായകര് നമ്മൾക്കുണ്ട്. അടൂരിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന എത്ര പേർ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്നവരടക്കം നമ്മൾ നോക്കുക, എത്ര പേരുണ്ട് ആ തലത്തിലുള്ളത്. അടൂരിനെ പോലെ സിനിമ എടുക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോകുന്നവരും, അദ്ദേഹത്തോട് അസൂയുള്ളവരും, അതിന്റെ പേരിൽ അനിഷ്ടമുള്ളവരുമാണ് ഇപ്പോൾ വാസ്തവത്തില് കിട്ടിയ ഒരു പിടിവള്ളി ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവർക്ക് പല കാരണങ്ങളാല് അടൂരിന്റെ ഈ പ്രസംഗത്തെ വിമർശിക്കേണ്ടി വരും, എതിർക്കേണ്ടി വരും. അതുപോലെ രാഷ്ട്രീയ ബന്ധനത്തിനുള്ളവരും അതിന് നിർബന്ധിതരാകും. കാരണം വീണ്ടും നാളെയും പദവികളൊക്കെ കിട്ടേണ്ടതാണ്. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പിന്നീട് പറ്റുമെങ്കിൽ അതിനെ തല്ലിക്കൊല്ലുക. ആ മനോഭാവവുമായി നടക്കുന്നവരാണ് ഇപ്പോൾ അടൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. മോങ്ങാനിരുന്ന ചിലരുടെ തലയില് ഒരു തേങ്ങ വീണ് കിട്ടി. ആ അവസരം അവര് നന്നായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷേ അടൂരിനെ അറിയാവുന്നവര്, അടൂരിന്റെ സിനിമയെ അറിയാവുന്നവര്, അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളവര് ഇതിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പദ്ധതി ഉപയോഗിച്ച് നിർമ്മിച്ച ചലച്ചിത്രങ്ങൾ കണ്ടിട്ട് വേണം വിമർശനം ഉന്നയിക്കാനെന്ന് മന്ത്രി ബിന്ദു മാഡവും അതുപോലെ ഈ പദ്ധതി അനുസരിച്ച് ഒരു സിനിമയെടുത്ത സംവിധായികയും പറയുന്നത് കേട്ടു. ഈ ചിത്രങ്ങളൊക്കെ ആളുകൾ കാണേണ്ടതാ. പക്ഷേ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് അന്വേഷണം വേണ്ടത്. അടൂരിനെ 10 ചീത്ത പറയുന്നിടത്ത് ഇത് എന്തുകൊണ്ടാണ് ഈ സിനിമകൾ ആളുകൾ കാണാത്തത്? കാണാനുള്ള സൗകര്യമുണ്ടോ? കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലേക്ക് ഈ സിനിമകൾ എത്തുന്നുണ്ടോ? ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്യണ്ടേ? അതാണ് ചെയ്യേണ്ടത്. പിന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ ആളുകൾ തേടിച്ചെന്ന് കാണുകയും ചെയ്യും. വിവാദം അങ്ങനെ കൊഴുക്കുകയാണ്. ഇനി അടൂർ ഗോപാലകൃഷ്ണനെ എല്ലാവരും കൂടി എന്തു ചെയ്യും എന്നറിഞ്ഞുകൂടാ. തൂക്കിലിട്ടോളാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ തൂക്കിലിടുമോ വെറുതെ വിടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.